ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ മെയ് മാസത്തിലെ ത്രിപുഷ്കര യോഗം വരുന്ന ദിവസങ്ങൾ, മൈത്രേയ മുഹൂർത്തം വരുന്ന സമയം, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മാസം ധനവരവിന് ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രം, നമ്മുടെ വീട്ടിലെ ഫ്രണ്ട് ഡോറിൽ ഈ ഒരു മാസം മുഴുവൻ നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടുന്ന ഒരു വസ്തു, ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഈ മാസത്തിലെ ദ്വിപുഷ്കര യോഗം എപ്പോഴാണെന്ന് നോക്കാം. ഈ മാസം നമുക്ക് ദ്വിപുഷ്കര യോഗങ്ങൾ ഒന്നും തന്നെ ഇല്ല. ത്രിപുഷ്കര യോഗമാണെങ്കിൽ ഒരേ ഒരു ദിവസമേ ഉള്ളൂ. അതായത് നാളെ മെയ് 3-ാം തീയതി അതികാലയാണ് നമുക്ക് ഈ ഒരു മെയ് മാസത്തിലെ ആകെയുള്ള ഒരേ ഒരു ത്രിപുഷ്കര യോഗം വരുന്നത്. ത്രിപുഷ്കര യോഗം എന്താണെന്നും അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുമൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ത്രിപുഷ്കര യോഗ സമയത്ത് നമ്മൾ എന്തൊരു നല്ല കാര്യം ചെയ്താലും ചീത്ത കാര്യം ചെയ്താലും അത് വീണ്ടും 2 പ്രാവശ്യം കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം നിങ്ങൾ സ്വർണം, വെള്ളി, വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ വാഹനം, ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചാൽ വീണ്ടും 2 പ്രാവശ്യം കൂടി നമുക്ക് അതേ വസ്തു മേടിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടാകും. അതേസമയം ഒരു ഹോസ്പിറ്റൽ കേസ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അതും റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ത്രിപുഷ്കര യോഗം വരുന്ന സമയത്ത് നമ്മളിതൊന്നും ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാരണം. അപ്പം ഈ ഒരു മെയ് മാസത്തിലെ ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത് മെയ് 3-ാം തീയതി ഞായറാഴ്ച അതികാലെ 12:20 ആരംഭിച്ചിട്ട് 7:10 അവസാനിക്കും രാവിലെ. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്നത് പർച്ചേസിംഗ് ഒന്നും തന്നെ നമുക്ക് നടക്കുന്ന കാര്യമല്ല. പകരം നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം ചെയ്യാം, വീട്ടിൽ ഗണപതി ഹോമം, ഭഗവതി സേവ, ഇതുപോലെയുള്ള നല്ല നല്ല പൂജകളൊക്കെ ചെയ്യുവാണെങ്കിൽ വീണ്ടും നമുക്ക് 2 പ്രാവശ്യം കൂടി ഈ പൂജകളൊക്കെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നാളത്തെ ദിവസം നിങ്ങൾ 7:10 ഇപ്പം നമ്മുടെ കുലദൈവ ക്ഷേത്രം സന്ദർശിക്കാം. അതേപോലെ നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ക്ഷേത്രത്തിൽ നാളത്തെ ദിവസം ഈ ഒരു സമയത്ത് പോയാൽ നമുക്ക് വീണ്ടും 2 പ്രാവശ്യം കൂടിയിട്ടത് സാധിക്കും. അതായത് ആ ഒരു പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ ആ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണമെന്നില്ല. ഇപ്പോൾ 7:10 വരെയാണ് എന്നതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ ആ ഒരു ക്ഷേത്രം ദർശിക്കാൻ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെയും അത് ഈ യോഗത്തിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം നോക്കുക. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് മെയ് മാസത്തിലെ മൈത്രേയ മുഹൂർത്തം. മെയ് മാസത്തിൽ നമുക്ക് 3 മൈത്രേയ മുഹൂർത്തങ്ങൾ വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഓസ്പിഷ്യസ് ആയിട്ടുള്ളതാണ് ഈ മാസത്തിൻ്റെ അവസാനം മെയ് മാസം 30-ാം തീയതി ശനിയാഴ്ചയും പൗർണമിയും കൂടി ചേർന്ന് വന്നിരിക്കുന്ന ഈ ഒരു മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഒരു മാസത്തിൽ വരുന്ന എല്ലാ മൈത്രേയ മുഹൂർത്തങ്ങളിലും നമ്മൾ പണമെടുത്ത് കവറിൽ വെക്കണമോ? അങ്ങനെയൊന്നുമില്ല. എല്ലാം എടുത്ത് വെച്ചെന്ന് പറഞ്ഞും തെറ്റൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും പവർഫുൾ ആയിട്ടുള്ള, അതറിയാമല്ലോ, അതായത് ചൊവ്വ, ശനി ദിവസങ്ങളിൽ വരുന്ന മൈത്രേയ മുഹൂർത്തത്തിന് പവർ വളരെ കൂടുതലാണ്. അപ്പം ആ ദിവസങ്ങളിൽ നമുക്കിതെടുത്ത് വെക്കാവുന്നതാണ്. അപ്പം എന്താണ് മൈത്രേയ മുഹൂർത്തം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് പണമെടുത്ത് കവറിൽ വെക്കേണ്ടതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഇനി ആർക്കെങ്കിലും അറിയില്ല, അതറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് തന്നേക്കാം. എന്താണെങ്കിലും നമ്മുടെ കടം, എത്ര വലിയ കടമുണ്ടെങ്കിലും ഈ ഒരു മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മൾ കവറിൽ പണം എടുത്ത് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കടം കുറഞ്ഞു കിട്ടും. ഒരുപാട് പേർക്ക് നമ്മുടെ ചാനലിൽ തന്നെ അത് ചെയ്ത് ഫലം കിട്ടിയിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിവതും കടമുള്ളവരൊക്കെ ആ ഒരു സമയത്തെ മാക്സിമം വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് വരുന്നത് നാളെയാണ്. അതായത് മെയ് 3 ഞായറാഴ്ചയാണ് ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത്. വൃശ്ചിക ലഗ്നവും അനിഴം നക്ഷത്രം 2-3 പാദങ്ങളിലായിട്ടാണ് ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത്. അതായത് മെയ് 3-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 7:09-നും 9:20-നും ഇടയ്ക്ക് വരുന്ന സമയമാണ് ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ, അതായത് ഈ 7:09-നും 9:20-നും ഇടയ്ക്കായിട്ടുള്ള സമയത്ത് നമുക്ക് കവറിൽ പണമെടുത്ത് വെക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്ത സമയം വരുന്നത് മെയ് 15-ാം തീയതി വെള്ളിയാഴ്ചയാണ്. മേടലഗ്നം, അശ്വതി നക്ഷത്രം 1-2 പാദങ്ങളിലായിട്ട് അതിരാവിലെ 4 മണിക്കും 5:47-നും ഇടയ്ക്കുള്ള സമയത്താണ്. അതായത് ബ്രഹ്മമുഹൂർത്ത സമയത്താണ് രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത്.
സോ ആ സമയത്ത് നമുക്ക് കവറിൽ പണം എടുത്തു വെക്കാം. ഇനി ഏറ്റവും അവസാനത്തേത് മെയ് 30 ശനിയാഴ്ച, വൃശ്ചിക ലഗ്നം, അനിഴം 1-ാം പാദത്തിൽ. അന്ന് വൈകിട്ട് 5:23-നും 7:34-നും ഇടയ്ക്കുള്ള സമയത്താണ് ഏറ്റവും അവസാനത്തെ ശനിയാഴ്ചയും പൗർണമിയും ഒക്കെ കൂടി വന്നിരിക്കുന്ന വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ആ ഒരു മൈത്രേയ മുഹൂർത്ത സമയം വന്നിരിക്കുന്നത്. അപ്പം ആ സമയത്ത് നമുക്ക് കവറിൽ പണം എടുത്തു വെക്കാം. അതിൽ തന്നെ പീരിയഡ്സ്, പുല, വാലായ്മ, നോൺ വെജ് കഴിച്ചു, കുളിച്ചിട്ടില്ല, ഇതൊന്നും ഈ ഒരു മൈത്രേയ മുഹൂർത്തത്തിൽ കവറിൽ പണം എടുത്തു വെക്കുന്നത് നമുക്കൊരു തടസ്സമല്ല. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതുമാണ്. അപ്പം മൈത്രേയ മുഹൂർത്തം, ത്രിപുഷ്കര യോഗം, ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് ധനവരവിന് വേണ്ടിയിട്ട് എല്ലാ മാസവും ധനവരവിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ചൊല്ലേണ്ടുന്ന അല്ലെങ്കിൽ എഴുതേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. അപ്പം ഈ ഒരു മെയ് മാസം, ഈ ഒരു മാസം മുഴുവൻ നമ്മൾ ധനവരവിന് വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ടുന്നതാണ്. അതായത് ഒരു ദിവസത്തിൽ ഏതൊരു സമയത്തും, ഇപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ചുമ്മാ, അതിനങ്ങനെ കൗണ്ടിങ്സ് ഒന്നുമില്ല, നമുക്ക് എപ്പോഴൊക്കെ തോന്നുന്നോ അപ്പോഴൊക്കെ നമുക്ക് ചൊല്ലാം. ഇനി ഒരു കൗണ്ടിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊരു 45 പ്രാവശ്യമൊക്കെ ചൊല്ലാവുന്ന ഒരു നമ്പറാണ് ഇത്. 897781, അതായത് 8977781. ഇത് ചൊല്ലണമെന്ന് ആഗ്രഹമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഇടത് ഭാഗത്ത് എവിടെയെങ്കിലും എഴുതുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു ആദ്യത്തെ 3 നമ്പേഴ്സ് 897 എന്നുള്ളത് എഴുതണം. അതിനടിയിൽ വേണം നമ്മൾ 781 എന്നുള്ളത് എഴുതാൻ. ഈ നമ്പർ ഒന്നിച്ചെഴുതരുത്. അപ്പം നമ്മൾ പറയുമ്പോഴാണെങ്കിലും 897 എന്ന് പറഞ്ഞിട്ടൊന്ന് നിർത്തിയിട്ട് വേണം 781 എന്ന് പറയാൻ. അർജൻറ്റായിട്ടുള്ള നമുക്ക് പൈസയ്ക്കുള്ള അത്യാവശ്യത്തിന് നമുക്ക് പൈസ കിട്ടും. ഈ ഒരു മെയ് മാസം മുഴുവൻ നമ്മുടെ കയ്യിൽ നല്ല രീതിക്കുള്ള ധനവരവ് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഡോറിൽ ഈ ഒരു മെയ് മാസം മുഴുവൻ സൂക്ഷിച്ച് വെക്കേണ്ടുന്ന ഒരു വസ്തു, അതായത് റെഡ് കളറിലെ റിബൺ ഉണ്ടല്ലോ, നമുക്കൊക്കെ അറിയാം റെഡ് കളർ റിബൺ, നല്ല ഷൈനിങ് ആയിട്ടുള്ള വൈബ്രൻറ്റ് കളറായിട്ടുള്ള റെഡ് കളറിൽ സിൽക്കി മോഡലിലിരിക്കുന്ന റിബൺസൊക്കെ ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉള്ള പേരൻസിനാണെങ്കിൽ അറിയാവുന്നതാണ്. തലയിൽ കെട്ടുന്ന റിബൺ ഉണ്ടല്ലോ, അത്രയും വീതി വേണമെന്നൊന്നുമില്ല, വീതി കുറഞ്ഞ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള റെഡ് കളറിലെ ഷൈനിങ് ആയിട്ടുള്ള ഒരു റെഡ് കളർ റിബൺ മേടിക്കണം. അത് 1 മീറ്റർ വേണമെന്നൊന്നുമില്ല, 3 കെട്ടുകൾ ഇടത്തക്ക നീളത്തിനുള്ള ഒരു റിബൺ. അത് വാങ്ങിയിട്ട് നമ്മൾ കയ്യിൽ എടുത്ത് പിടിച്ചിട്ട് നമ്മുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ നമ്മളത് സ്പ്രിങ്കിൾ ചെയ്യണം. ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നല്ല മണമുള്ള അത്തർ, പെർഫ്യൂം ആണെങ്കിലും മതിയാവും, ജാസ്മിൻ, അതേപോലെ ഗുലാബ്, ചന്ദൻ, ഇതിൻ്റെയൊക്കെ പെർഫ്യൂം ഉണ്ടെങ്കിൽ ആ പെർഫ്യൂം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാവും ആ ഒരു റിബണിൽ കംപ്ലീറ്റ് ആയിട്ട്. അതിനുശേഷം ആ റിബൺ നമ്മുടെ 2 കൈ കൊണ്ടും പിടിച്ചിട്ട് ശ്രീമെന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം ഒരു 11 പ്രാവശ്യം ജപിക്കണം. ജപിച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ഡോറിന് ഹാൻഡിലുണ്ടെങ്കിൽ ആ ഹാൻഡിലിൽ നമ്മൾ 3 കെട്ടുകൾ ഇടണം. ഒരു കെട്ട് കെട്ടുമ്പോൾ ശ്രീമെന്നുള്ളത് പറയണം, 2ാമത്തെ കെട്ടിലും ശ്രീമെന്ന് പറയണം, 3ാമത്തെ കെട്ടിലും ശ്രീമെന്ന് പറയണം. ഇനി ചിലർക്ക് ലോക്കായിരിക്കാം, അതായത് ഫ്രണ്ട് ഡോറിൽ ഹാൻഡിൽ ഉണ്ടാവില്ല, പകരം ലോക്കായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ളവർ നമ്മുടെ വീട്ടിൽ നമ്മൾ മാവിലെ തോരണമൊക്കെ ചാർത്താൻ വേണ്ടിയിട്ട് മുകളിലൊരു ത്രെഡ് കെട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ, അതായത് നമ്മുടെ ഫ്രണ്ട് ഡോറിൽ എന്തെങ്കിലും ഒന്ന് തൂക്കിയിടാൻ വേണ്ടി നമ്മളൊരു വസ്തു വെച്ചിട്ടുണ്ടായിരിക്കും, ആണി അടിച്ചിട്ടുണ്ടായിരിക്കും, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം. അപ്പം അതിൽ ഇതേപോലെ ഈ ഒരു റെഡ് കളർ റിബൺ നമ്മൾ 3 തവണ ശ്രീമെന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജം മന്ത്രം ചൊല്ലി നമ്മൾ കെട്ടുകയാണ്. റെഡ് കളർ എന്ന് പറയുന്നത് ഡേഞ്ചറിൻ്റെ കളറല്ലേ, അത് കെട്ടാവോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. റെഡ് എന്ന് പറയുന്നത് വൈബ്രൻ്റ് ആയിട്ടുള്ള സിൽക്കി ആയിട്ടുള്ള റെഡ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലോട്ട് നല്ല രീതിയിലുള്ള പോസിറ്റിവിറ്റി കൊണ്ടുവരും. പ്രത്യേകിച്ച് ഈ ഒരു മാസം നമ്മളത് കെട്ടുമ്പം അത് വളരെ നല്ല ഫലം നമുക്ക് തരുന്നതാണ്. കാരണം ഈ വർഷമെന്ന് പറയുന്നത് സൂര്യൻ്റെ വർഷമാണ്. മേടമാസം സൂര്യഭഗവാൻ അത്യുച്ചത്തിൽ നിൽക്കുന്ന ഒരു മാസം കൂടിയിട്ടാണ്. സോ നമ്മൾ
ഈ ഒരു മാസം ഈ ഒരു കളറിലെ റിബൺ നമ്മുടെ ഫ്രണ്ട് ഡോറിൽ കെട്ടണം. അപ്പം ഇനി ഫ്രണ്ട് ഡോറിൽ ഞങ്ങൾക്ക് കെട്ടാൻ ഒരു സ്ഥലവും ഇല്ല എന്ന് പറയുന്നവർ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് നോട്ടിടണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കെട്ടുകൾ 3 കെട്ടുകൾ അതിൽ വളരെ വളരെ അത്യാവശ്യമാണ്. ഓരോ കെട്ട് കെട്ടുമ്പോഴും ശ്രീമെന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം നമ്മൾ ചൊല്ലുക തന്നെ വേണം. ഇനി അതിനോട് ചേർന്ന് ഫ്രണ്ട് ഡോറിനോട് ചേർന്ന് ജനലുണ്ടെങ്കിൽ ആ ജനലിലും ജനൽ കമ്പിയിലും നമുക്ക് കെട്ടാവുന്നതാണ്. മെയ് മാസം കംപ്ലീറ്റ് അതവിടെ ഇരുന്നോട്ടെ. മെയ് 31 ആകുമ്പോഴേക്കും നിങ്ങൾക്കത് അഴിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇക്കാര്യം ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.